ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് കടന്നാലോ? അങ്ങനെ സച്ചിയെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണ്. സച്ചിയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് എല്ലാവർക്കും മുന്നിലും തെളിയിക്കുകയാണ് രേവതി. അങ്ങനെ രേവതി സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും അച്ഛൻ വരെ സച്ചിയോട് മാപ്പ് പറയുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സുധിക്ക് ഒരുപാട് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ 50 ലക്ഷം രൂപ സുധിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് സച്ചിയെ ഒന്നും അറിയിച്ചിട്ടില്ല. ആ പൈസ മുഴുവനും അവൻ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെയാണ് അവൻ്റെ ഒരു ആഗ്രഹം. പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ബിസിനസ് എന്ത് തുടങ്ങണമെന്ന് ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് സുധിയോടായിട്ട് പറയുന്നുണ്ട്, എടാ ഞങ്ങൾക്കൊരു പാർട്ടി തേടാം. നിനക്കെന്തായാലും നിന്റെ അമ്മായച്ചൻ, അതായത് ശ്രുതിയുടെ അച്ഛൻ ഇവിടെ നിന്നിട്ട് മലേഷ്യയിൽ നിന്ന് പൈസ കൊടുത്തയച്ചെന്ന് നുണ പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയ പറ്റിച്ചു പോയ പെണ്ണിൻ്റെ തന്നെയാണ് ഇവൻ ആ പൈസ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചെലവ് താടാ എന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 3 ബീറും വാങ്ങിയിട്ട് സുധി വരികയാണ്. സച്ചിക്കും ശ്രീകാന്തിനും അതുപോലെ സുധിക്കും, അങ്ങനെ 3 സഹോദരന്മാരും കൂടിയിട്ട് മുകളിൽ ടെറസിന്റെ മുകളിൽ പോയിട്ട് മദ്യപിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ സച്ചിയും ശ്രീകാന്ത് അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മറച്ചു പിടിച്ചിട്ട് ബനിയന്റെ ഉള്ളിലൊക്കെ മറച്ചു പിടിച്ച് 3 ബീറുമായിട്ട് എത്തുകയാണ് സുധി. അപ്പൊ പറയുന്നുണ്ട്, ഒരു വിധത്തിലാണ് അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടത്, അതായത് സ്ത്രീകളുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് അത് കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒരു ബീറ് അടിക്കാനേ എനിക്ക് അടിയിൽ നിന്ന് ഓർഡർ ഉള്ളൂ, അതായത് വർഷയുടെ ഓർഡർ അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ശ്രുതി അങ്ങനെ തന്നെയാ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു. നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയോട് ചോദിച്ചിട്ട് പോലുമില്ല. അങ്ങനെ എല്ലാതും ഇങ്ങനെ തുറക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അത് വായോണ്ട് കടിച്ചു തുറന്നു കൊടുക്കുന്നത് സച്ചിയാണ്. സച്ചിക്ക് നീട്ടുമ്പോൾ സച്ചി വേണ്ട എന്ന് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ കുടിക്കാതെ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തായാലും വേണ്ട എന്ന് സച്ചി പറയുമ്പോൾ നീ കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കുമ്പോൾ വേണ്ട, ഞാൻ കുടിക്കാൻ വിചാരിച്ചാൽ കുടിക്കും, പക്ഷേ ഞാൻ ഇപ്പം തൽക്കാലം കുടിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ ഇതും കൂടി നമുക്ക് പപ്പാതി എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ 1.5 വെച്ചിട്ട് സുധിയും ശ്രീകാന്തും കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഓരോ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എന്ത് ബിസിനസ് തുടങ്ങും? അപ്പോൾ ഓരോ ബിസിനസ്സിനെ പറ്റിയിട്ടും ശ്രീകാന്തും സച്ചി ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, അത് അങ്ങനെ ശരിയാവില്ല, അതിങ്ങനെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ മുടക്ക് പറയുകയാണ് സുധി. അതേ സമയത്ത് അടുക്കളയിലാണെങ്കിൽ ആ 3 സ്ത്രീകളും 3 പെണ്ണുങ്ങളും, അതായത് രേവതി, വർഷ, ശ്രുതി, ഇവർ 3 പേരും ഈ ഒരു കാര്യമൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, എന്താ ഒരു കാര്യം ചെയ്യാൻ, പൂക്കച്ചവടം തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. പൂക്കച്ചവടോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ പറഞ്ഞ്, ഇതുപോലത്തെ ഞങ്ങൾ ചെയ്യണ പോലെ ചെറുതൊന്നല്ല, വലിയ രീതിയിൽ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ ഒരു സ്റ്റുഡിയോ തുടങ്ങിയാലോ എന്ന് വർഷയും പറയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ അതൊന്നും ശരിയാവില്ല, അതൊന്നും സെറ്റാവില്ല ശ്രുതിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരും ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കുകയാണ്. റൂമുകൾ എടുത്ത് വാടകയ്ക്ക് കൊടുക്കാം, അതുപോലെ തന്നെ കാർ റെന്റിന് കൊടുക്കാം, കാർ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്നും തന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട്, അവർ 3 പേരും ടെറസിന്റെ മുകളിലാണെന്ന് രേവതി പറയുമ്പോൾ ടെറസിന്റെ മുകളിൽ ഭയങ്കര ഡിസ്കഷൻ ആയിരിക്കും എന്ന് പറയാണ്. അതെ, വലിയ ഡിസ്കഷൻ ആയിരിക്കും, അവരവിടെ കുടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ശ്രീ എന്നോട് പറഞ്ഞിരുന്നു എന്ന് വർഷ പറയുന്നു. അതുപോലെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയും എന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രേവതിയോടായിട്ട് കളിയാക്കിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, രേവതിയോട് ചോദിച്ചില്ലേ സച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് ഭാര്യയുടെ അനുവാദമൊന്നും ചോദിച്ചിട്ടല്ലല്ലോ കള്ളു കുടിക്കാറ് സച്ചി എന്തായാലും നല്ല ഫിറ്റായിട്ട് തന്നെ ആയിരിക്കും താഴോട്ട് വരാൻ പോകുന്നത്. എന്തായാലും ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് കള്ളുടിക്കാൻ പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പരിഹസിക്കുകയാണ്. അപ്പം രേവതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. രേവതി പറയുന്നുണ്ട്, ഇല്ല, ഇന്ന് അദ്ദേഹം കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ നീ പറയുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അല്ല, എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു, അദ്ദേഹം ഇന്ന് കുടിക്കില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാൽ നമുക്ക് നോക്കിക്കോ, 4 കാലിൽ നിലത്തുറയ്ക്കാത്ത രീതിയിൽ ശ്രീയും സുധിയും കൂടി വലിച്ചു വാരി താഴേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാം എന്നും പറഞ്ഞ് കളിയാക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുകളിലാണെങ്കിലോ നമ്മുടെ സുധി ഭയങ്കര, അതായത് ഒരു ബീർ കുടിച്ചപ്പോഴത്തേനും ഓഫായി എന്നുള്ള രീതിയാണ്. അവനിങ്ങനെ ഉറക്കണമൊന്നുമില്ല നിലത്ത്. അതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങാൻ പോകുന്നത് ടെറസിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോകുന്ന രീതിയിലാണ്. അവിടെ നിന്നിട്ടാണ് മുകളിൽ നിന്ന് നേരെ താഴോട്ട് കാലെടുത്ത് വെക്കുക. അങ്ങനെ അവർ ആ സമയത്ത് അത് സ്റ്റെപ്പല്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും ശ്രുതി പറഞ്ഞ ആയ രീതിയിലാകുന്നത്
സുധിയാണ്. സച്ചിയാകുമെന്ന് പറഞ്ഞ് പരിഹസിച്ച ആ രീതിയിലാകുന്നത് സുധിയാണ്. അങ്ങനെ സുധിയെ ഇനി ഇവനെ അധികം നേരം ഇവിടെ നിർത്തിയാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും അതുപോലെ സച്ചിയും കൂടി തോളിലേറ്റ് ഇങ്ങനെ. അപ്പോൾ അവനാണെങ്കിൽ സ്റ്റെപ്പിലൂടെ പുറകെ അതായത് ഫ്രണ്ടിലോട്ട് നടക്കാതെ ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെയല്ലടാ നടക്കുക, എന്താ ഇങ്ങനെ നടന്നാൽ എന്നും പറഞ്ഞിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു തമാശയ്ക്ക് ഉണ്ട് ആ സമയത്ത് അവിടെ. അങ്ങനെ അവനെ ഒരു വിധത്തിൽ സുധിയെ താഴോട്ട് ഇറക്കി കൊണ്ടുവരികയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് രേവതിയുടെയും അതുപോലെ അതല്ല നമ്മുടെ വർഷയുടെയും ശ്രുതിയുടെയും ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാവുകയാണ്. കാരണം തൻ്റെ ഭർത്താവാണ് ഇങ്ങനെ 4 കാലിൽ വരുന്നത് കണ്ട് ശ്രുതി ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ചിരിക്കുന്നുണ്ട് രേവതി. എന്നിട്ട് പറയാണ്, സച്ചിയേട്ടനല്ല 4 കാലിൽ വരുന്നത്, സുധിയാണ്, ശ്രുതിയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അയ്യോ സുധി നിനക്ക് എന്താ പറ്റിയെന്നും പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ നീ ഇത്ര ഫിറ്റായോ, ഇത്ര അധികം നീ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണ കഴിച്ചുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വാ നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ റൂമിലോട്ടൊന്നും പോകണ്ട ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞിട്ട് ഹാളിൽ കസാരയിട്ട് ഇരിക്കുകയാണ് സുധി. എന്നിട്ട് വീണ്ടും ചർച്ചകളും കാര്യങ്ങളും, നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങണം, എന്താണ് നമുക്ക് തുടങ്ങേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുധി. അപ്പോൾ നമ്മുടെ രേവതിക്ക് ചിരിയാണ് വരുന്നത് അത് കണ്ടിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ സുധി അകത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശ്രുതി. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകുമ്പോൾ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട് രേവതി, നിങ്ങൾ എത്ര എണ്ണം കഴിച്ചു എന്ന് ചോദിക്കുകയാണ്. ഞാൻ കഴിച്ചില്ലടി എന്ന് പറയുന്നുണ്ട്. നുണ പറയണ്ടാട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യമായിട്ടും ഞാൻ കഴിച്ചില്ല എന്നും പറഞ്ഞിട്ട് രേവതിയുടെ മുഖത്തേക്ക് ഊതുകയാണ്. നീ നോക്കിയ മണമുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു ഇല്ലല്ലോ, മണമില്ലല്ലോ, എന്തേ നിങ്ങൾ കഴിക്കാഞ്ഞെന്ന് ചോദിക്കുന്നു. ഇപ്പൊ കഴിക്കാതെയായോ പ്രശ്നം? ഇത്രയും നാൾ ഞാൻ കള്ളു കുടിച്ച് വരുന്നതായിരുന്നു പ്രശ്നം. അപ്പൊ എന്നാ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് സ്വഭാവത്തിൽ തോന്നിയല്ലോ, അതായത് സ്വയം തോന്നിയല്ലോ കുടിക്കേണ്ടായെന്ന്, ഇനി നിങ്ങളായൊരു ശീലം അങ്ങോട്ട് മാറ്റിക്കോ എന്ന് പറയാണ് രേവതി. പിന്നെ ആ ശീലം മാറ്റാൻ അതൊന്നും നടക്കില്ല. ഇന്നെന്തോ എനിക്ക് കുടിക്കണമെന്ന് തോന്നിയില്ല, ഞാൻ കുടിച്ചില്ല. ശീലം മാറ്റാനൊന്നും പറ്റുന്നില്ല, അതെനിക്ക് എപ്പോഴാണ് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ കുടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നമ്മുടെ രേവതിയെ രേവതി ആ ഒരു നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ സച്ചി തന്നെയാണ്. അപ്പോൾ സച്ചിയെ ഒരുപാട് ഒരു വല്ലാത്തൊരു മതിപ്പ് തോന്നുകയാണ് രേവതിക്ക്. അതേ സമയത്ത് പിറ്റേ ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് രേവതി വീണ്ടും ശ്രുതിയെ കളിയാക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് സച്ചി ഒരു ഓട്ടത്തിനൊക്കെ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടത്തിൽ വെച്ചിട്ട് സച്ചിക്ക് ഒരാളെ പരിചയപ്പെടുകയാണ്. ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ഓണറെയാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം ആ ഒരു ഷോപ്പ് വിൽക്കാൻ പോവുകയാണ്. ആ വിൽക്കാൻ പോകുന്ന കാര്യം അദ്ദേഹം അവിടെ വിൽക്കാൻ പോണ വിശ്വാസമുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം സച്ചി വന്നിട്ട് വീട്ടിലെല്ലാവരോടും പറയുകയാണ്. സുധിക്ക് ആ ഒരു കട ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സുധിക്ക് സുഖമായിട്ട് അവിടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം, ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കും. അതിനെ പൈസയൊന്നും വേണ്ട. അവിടത്തെയുള്ള എല്ലാ സാധനങ്ങളും അതൊക്കെ ലീസിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അതായത് അതൊക്കെ അടവാണ്, അത് ഫുൾ എമൗണ്ട് ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതുപോലെ കടയും അവർ കരാറൊക്കെ എഴുതി ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ ആദ്യം അവർക്ക് വലിയ താല്പര്യമാകുന്നില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ ഒരു ഷോപ്പ് കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഷോപ്പ് കാണുമ്പോൾ ശ്രുതിക്കും വലിയ ഇഷ്ടപ്പെടുകയാണ്. ശ്രുതിക്കും അങ്ങനെ അത് എടുക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയാണ് ആ ഒരു മാർഗം, ആ ഒരു വഴി വെട്ടിത്തെളിച്ച് കൊടുക്കുന്നത് ശ്രുതിക്ക് അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവർ മുതലാളിയോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് സച്ചി അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുമ്പോൾ ശ്രുതി സച്ചിയോട് പറയുന്നുണ്ട്, അതെ സച്ചി അങ്ങോട്ട് പോക്കോ, സച്ചിക്ക് എന്തറിയാം ഇതിനെ പറ്റിയിട്ട്, ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കുന്ന പോലെ ഒരു അവഹേളന പോലെ അവനെ അവിടെ മാറ്റി നിർത്തിയിട്ട് ശ്രുതിയും ആ മുതലാളിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കട അവർ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഫർണിച്ചർ ഷോപ്പ് വലിയൊരു ഷോപ്പാണ്. അങ്ങനെ അത് സ്വന്തമാക്കുന്നത് പൈസ ശരിക്കും ആ കല്യാണത്തിൻ്റെ അന്ന് 50 ലക്ഷം രൂപ കൊണ്ടുപോയില്ലേ, ആ പൈസ തിരികെ കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു ഇതൊക്കെ എടുക്കുന്നത്. പക്ഷെ അത് വീട്ടിൽ ആരെയും അറിയിക്കാതെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച പൈസയാണെന്നൊക്കെ നുണ പറഞ്ഞിട്ടാണ് അപ്പോഴും സച്ചിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും ഒക്കെ. എന്നിട്ട് അവരുടെ ജീവിതം അവർ സേഫ് ആക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.